ഇത് കൂവളം. കൂവളം മരമായിട്ട് ഉണ്ടാവുന്നതാണ്. ഞാനത് ബുഷാക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് കുറേ പഴക്കം ചെന്ന കൂവളമാണ്. എപ്പോഴും അത് വെട്ടി ചെറുതാക്കി വയ്ക്കാറാണ്. ഇതിന് മുതല മൂർച്ചയുള്ള മുള്ളുകളുണ്ടാവും മൂത്ത കൂവളത്തിന്. ഇപ്പോൾ ഇതിനുള്ള മുള്ളുകൾ ഏകദേശം ഇല പോലൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് കാണാം ഈ മുള്ളൊക്കെ. ഇതൊക്കെ മുള്ളകളാണ്. അത് ഇപ്പോൾ വളരെ സോഫ്റ്റാണ്, പക്ഷേ മൂത്ത് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള മുള്ളുകളാണ്. അങ്ങനെ മൂർച്ചയൊന്നും എത്തിക്കാറില്ല, കാരണം ഇതിൻ്റെ കമ്പ് വെറുതെ സൂക്ഷിക്കണമെന്ന് മാത്രം. പ്രമേഹ രോഗികൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ കേൾക്കാം. എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ കമ്പുകൾ മുറിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കമ്പുകൾ കൊണ്ടുപോകാറുണ്ട്, കഷായത്തിലേക്കോ മറ്റോ. കൂവളം ക്ഷേത്രങ്ങളിലെ മാല കെട്ടാൻ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു കൊമ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം വെട്ടിക്കളയാറാണ്. പെട്ടെന്ന് കാട് പോലാവും. അപ്പോൾ ഈ പരിസരത്ത് വരാനും പറ്റില്ല മുള്ള് കൊണ്ടിട്ട്. അപ്പോൾ അത് കാരണം ഏകദേശം ഒരു കൊമ്പൊക്കെ വയ്ക്കാറുള്ളൂ. 1-2 കൊമ്പ് വയ്ക്കും, അതിന് ഭക്ഷണം പാചകം ചെയ്ത് എടുക്കാൻ പാകത്തിൽ. ബാക്കിയെല്ലാം ഈ കൂവളത്തിൻ്റെത് തണ്ടുമെന്ന് വെട്ടിക്കളയും.